ഹായ് ഹലോ, ഈ പ്ലാന്റിൻ്റെ പേരാണ് പീസ് ലില്ലി. ഒരു പ്ലാന്റിൽ തന്നെ ഒത്തിരി തൈയോളം ഉണ്ട്. ഒരു 10 തൈയോളം ഒരു ചെടിച്ചട്ടിയിലുണ്ട്. കണ്ടോ, നല്ല ഹെൽത്തായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഏതൻ തോട്ടത്ത് ഇപ്പോഴായിട്ട് എത്തിയ ഒരു വെറൈറ്റി പ്ലാന്റാണ് പീസ് ലില്ലി. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ആവശ്യക്കാർ ഒത്തിരി വരുന്നുണ്ട്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ വേറൊരു പ്രത്യേകത ഈ ഭംഗിയുള്ള പൂ തന്നെയാണ്. ഈ പ്ലാന്റ് വയ്ക്കുമ്പോൾ ഒരു 50% പ്രകാശം അത്യാവശ്യമാണ്. ഷെയ്ഡിലോട്ടോ സിറ്റ് ഔട്ടിലോട്ടോ നമുക്ക് വയ്ക്കാം. ജനലിൻ്റെ സൈഡിലൊക്കെ വച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഓവർ വാട്ടറിങ് അത്യാവശ്യമില്ല, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. NPK 19 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 15 ദിവസം കൂടുമ്പോൾ NPK നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സാഫ് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഫംഗസ് എല്ലാം മാറിപ്പോകും. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുന്നത് ഈ പ്ലാന്റിന് നല്ലതാണ്. കേട്ടോ, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുന്നത് നല്ലതാണ്. നോക്കിക്കേ, ഇപ്പോൾ ഒത്തിരി തൈകളുണ്ട്. നല്ല ഹെൽത്ത് പ്ലാന്റാണ്. ചകിരിച്ചോറ്, പെർലൈറ്റ്, ക്ലേബോള് ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈ പ്ലാന്റ് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ പ്ലാന്റ് അത്യാവശ്യമുള്ളവർ നേരെ ഏതൻ തോട്ടത്തേക്ക് വന്നേക്കണേ. ഓക്കെ, താങ്ക് യു.